അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിൻ അഹിബ്ബകും ഇലയ്യ വഅഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനികും അഖ്ലാഖ റവാഹു അത്തിർമിദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ്, പല ആളുകളും സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനൊക്കെ കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഓഫറുകളാണ് ഈ ഹദീസിലൂടെ ഒരു വിശ്വാസിക്ക് നൽകുന്നത്. ഒന്ന്, ഇന്ന മിൻ അഹിബ്ബകും ഇലയ്യ, നിങ്ങളിൽ എന്നോട് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഇഷ്ടപ്പെട്ടവൻ, സ്നേഹമുള്ളവൻ ഞാനായിത്തീരും. നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിട്ട് ഞാൻ മാറും, നിങ്ങളെ സ്നേഹിക്കുമെന്നർത്ഥം. വഅഖറബികും മിന്നി മജ്ലിസൻ, എൻ്റെ അടുത്ത് ഇരിപ്പിടം കിട്ടും എന്ന് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. അതിനു വേണ്ടിയാണ് ഏറെ ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച് നാളെ പാരത്രികമായ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താനൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതിനുള്ള മുതൽ നമ്മുടെ കയ്യിലെന്താ? ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു വലിയ ബിൽഡിംഗ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആര്? 10 പൈസ കയ്യിലില്ലാത്ത ഒരാൾ. എന്നതുപോലെ ഏറെ ത്യാഗവും ബുദ്ധിമുട്ടും ഒക്കെ സഹിച്ച ആൾക്കാർ, സുദീർഘമായി ഒന്നും പറയുന്നില്ല. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആൾക്കാരും ആ വിയർപ്പിന്റെ ഗന്ധമറിഞ്ഞ ആൾക്കാരും പ്രവാചകന്റെ ശബ്ദം കേട്ട ആൾക്കാർ, കൂടെ ഇരുന്ന ആൾക്കാർ, തൊടാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ, അത്തരം സ്വഹാബിമാരായ ആളുകൾ പോലും റസൂലിനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് അതിനെന്നെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ റസൂൽ പറയാം, അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു സംഗതിയുണ്ട്. അഹാസിനിക്കും അഖ്ലാഖ, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം നന്നാക്കുക. സ്വഭാവങ്ങൾ വളരെ വൃത്തിയായി കൃത്യമായി സൽ സ്വഭാവത്തിലേക്ക് വരാൻ പറ്റുന്ന രൂപത്തിലായി തീരാൻ ഏറെ പ്രയാസമുണ്ട്. ഷർട്ട് നല്ലത് വേണമെന്ന് ആഗ്രഹിച്ചാൽ 10,000, 2,000, 5,000 കൊടുത്താൽ മാറ്റാൻ പറ്റും. ഡ്രസ്സ് അങ്ങനെയാണ്. വീട് മാറ്റാം, കാറും ബംഗ്ലാവും സൗകര്യങ്ങളും ഒക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അവനവൻ്റെ സ്വഭാവം മാറ്റാൻ ലോകത്ത് അവനവന് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ അവനവൻ്റെ സ്വഭാവം സംശുദ്ധമായ രൂപത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഭൗതികമായ ലോകത്തിന് അപ്പുറത്തുള്ള പാരത്രികമായ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാൻ, പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കിട്ടുന്ന മഹാഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാഭാഗ്യത്തിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സൽ സ്വഭാവികളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വഭാവത്തിന്റെ എല്ലാവിധ ദൂഷ്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.
മരണസമയത്തുണ്ടാകുന്ന വേദനയും ബേജാറും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.